അതോട് ഒന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല, അപ്പോഴത്തൊരു ദേഷ്യത്തിൽ ചെയ്തു പോയതാ. അടിയനതൊന്നും വിട്ടേക്ക്. അളിയ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കുഞ്ഞോട് വിചാരിച്ചു കാണില്ല. അളിയൻ വാ, നാം അങ്ങോട്ട് മാറി സംസാരിക്കാം. വാ, കയ്യിന്ന് വിടറ. അളിയാം വണ്ടി എടുക്ക. ആരും പറഞ്ഞാ കേക്കില്ലല്ലോ. ഹോസ്പിറ്റലിൽ പോണം, ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ പറഞ്ഞാ ആരെ കേൾക്കാനാ? ഡോക്ടറെ കാണിക്കത്തക്ക രീതിയിൽ ഒന്നുമില്ല മോനെ. ഇതങ്ങ് മാറും. അലോവേറ ജെല്ല് പൊള്ളലിന് ഏറ്റവും നല്ലതാ. നാളെയും കൂടി പുരട്ടുമ്പോ മറ്റന്നാ ഉണങ്ങി തുടങ്ങും. പിന്നെ 2 ദിവസം കൊണ്ട് എല്ലാം ഓക്കെ. ഉണങ്ങും. കൊറേ നാട്ടുവൈദ്യം. ചന്ദ്രാമേ, ഒന്ന് വരുമോ? ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാം. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ കുട്ടി? ആ, ഇടയ്ക്കിടയ്ക്ക് ഈ ഡ്രൈവറിന് സ്പെഷ്യൽ ആഹാരം കൊടുക്കുന്നതുകൊണ്ട് ആളിന് ഉണ്ടച്ചോറിന് നന്ദിയുണ്ട് കേട്ടോ. കണ്ടില്ലേ, സങ്കടം കൊണ്ട് കണ്ണൊക്കെ ചുവന്നു. ഇനി കുറച്ചു കഴിഞ്ഞ് നല്ലതുപോലെ ഒരു തുണിയും കൂടി ചുറ്റിക്കെട്ടിയ പൊടി അഴുക്കും ഒന്നും കയറില്ല. എന്നാലും ആ രമാദേവി ഇത്രയും ദുഷ്ടയായി പോയല്ലോ. കണ്ണി ചോരയില്ലാത്ത സ്ത്രീ അവര്. മനുഷ്യത്വം ലെവലേശം തീണ്ടിയിട്ടില്ല. അവരുടെ അഹങ്കാരത്തിന് ഉടൻ ഒരു തിരിച്ചടി ഭഗവാൻ കൊടുക്കാതിരിക്കില്ല. എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്? ഓ, തന്റെ രമാമ്മയെ പറഞ്ഞപ്പോ തനിക്ക് വേദനിച്ചു അല്ലേ? അത് വേണമല്ലോ. ശമ്പളം തരുന്ന ആളല്ലേ, അപ്പൊ വേണോ അല്പം സ്നേഹമൊക്കെ. അതിത്തിരി കൂടുതലാണെന്ന് കൂട്ടിക്കോ. പക്ഷെ എനിക്കതിനേക്കാൾ ഇഷ്ടം എന്റെ ചന്ദ്രാമയെ. പലപ്പോഴും തോന്നും എന്നെ പ്രസവിക്കാത്ത അമ്മയാ ചന്ദ്രാമയെന്ന്. അമ്മ തരുന്നതിനേക്കാൾ വാത്സല്യവും സ്നേഹമൊക്കെ ചന്ദ്രാമ തരുന്നുണ്ട്. എനിക്കത് മതി. അതിനിടയിലേ താൻ ആ സ്നേഹം പിടിച്ചു വാങ്ങാൻ നിൽക്കണ്ട. ഞാനത് തരുകയില്ല. പിന്നെ ചന്ദ്രാമ്മയുടെ സ്നേഹം എനിക്കും വേണം. നിങ്ങൾ രണ്ടാളും അതും പറഞ്ഞ് വഴക്ക് കൂടണ്ട. നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കള് തന്നെയാ. ചന്ദ്രാമേ, ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. വേണ്ട, ഇവിടെ എല്ലാവർക്കും കൂടെ കിടക്കാനുള്ള സൗകര്യമില്ല. അമ്മ താഴെ കിടന്നാ പിന്നെ നാളെ അമ്മയ്ക്ക് എഴുന്നേക്കാനാവില്ലെന്നറിയാലോ. ചിന്നു, എനിക്ക് വിശപ്പില്ല. പിന്നെ എന്തിനാ മോളെ? മനസ്സ് വേദനിച്ചിരിക്കുമ്പോ വിശപ്പുണ്ടാവില്ലെന്ന് അറിയാം. എന്നാലും കഴിച്ചേ പറ്റൂ. അത്താഴം കഴിക്കാതെ കിടക്കാൻ പാടില്ലെന്നാ. എന്നാ പിന്നെ അമ്മ പൊക്കോ. പൊക്കോ സീതേ. എനിക്കൊന്നുമില്ല. ചന്ദ്രമ്മ ആഹാരം കഴിക്കാം. എനിക്ക് വേണ്ട മോളെ. പറ്റില്ല, കഴിച്ചേ പറ്റൂ. പിടിച്ചേ.
ചിന്നു, നീ ഒരു പക്ഷേ കഴിഞ്ഞ ജന്മത്തിൽ എന്റെ മോളായിരുന്നിരിക്കും. ആ, അതെന്താ കഴിഞ്ഞ ജന്മത്തില് ഞാൻ ചന്ദ്രമ്മയുടെ അമ്മയായ പറ്റൂലേ? ചുമ്മാ അല്ല, മഹി എപ്പോഴും വഴക്കടിക്കാൻ വരുന്നേ. ഇതല്ലേ നാക്ക്. ചന്ദ്രമ്മ, കഴിഞ്ഞ ജന്മവും ഇല്ല, ഇനി വരാൻ ഒരു ജന്മവും ഇല്ല. ഈ ഒരു ജന്മേ ഉള്ളൂ എല്ലാവർക്കും. അല്ല ചന്ദ്രമ്മേ, ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയോ? ചോദിക്ക്. യഥാർത്ഥത്തില് ചന്ദ്രമ്മ ഈ വീട്ടിൽ ആരാ? ഏതായാലും ചന്ദ്രമ്മ ഈ വീട്ടിലെ ജോലിക്കാരിയല്ല. ഇവിടുത്തെ മുത്തശ്ശിക്ക് പോലും ചന്ദ്രമ്മയോട് ഒരു പ്രത്യേക സ്നേഹവും ബഹുമാനവും. പറ ചന്ദ്രമ്മ, ചന്ദ്രമ്മ ഈ വീട്ടിൽ ആരാ? ഇവിടുത്തെ രമാ മേഡത്തിന് ചന്ദ്രമ്മയോട് എന്താ ഇത്ര ദേഷ്യം? മോളെ, ആഹാരമൊക്കെ മതി. ഇനി മോള് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ചന്ദ്രമ്മ, ഞാൻ ചോദിച്ചത് ചന്ദ്രമ്മയെ സങ്കടപ്പെടുത്തിയെങ്കിൽ മാപ്പാക്കണം. ഏയ്, ഒന്നുമില്ല.